ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമല്ല. ഇത് നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന കുറേ ആൾക്കാർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്ന ടൈമിൽ നമ്മുടെ പാർട്ട്ണർ പല പ്രാവശ്യം ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യും. പക്ഷേ അത് ചെയ്തതിന് ശേഷം പിന്നെയും അത് എന്താ പറയുക റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് പിന്നെയും ആ കാര്യം തന്നെ അവർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്. ഇതെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വരുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. കാരണം ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. ഈ പാർട്ട്ണറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരൊരു റീസൺ പറഞ്ഞു. അതിലൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കാത്തടത്തോളം പിന്നെയും ആ ടോപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുന്നോട്ട് റിലേഷൻഷിപ്പ് പോകണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ച് നിന്ന് അത് രണ്ടുപേരും സംസാരിച്ച് അതിനുള്ള ഒരു പോംവഴി കണ്ടുപിടിച്ച് മുന്നോട്ട് നമ്മൾ കാലെടുത്ത് വെച്ചാലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുക. ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്യല്ലേ. അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അത് അവിടെ തന്നെ നിൽക്കണില്ലേ. പിന്നെ അത് മുന്നിലോട്ട് നമ്മളടുത്ത് വരും ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഭാര്യയ്ക്ക് വട്ടാണ്, ഭാര്യയ്ക്ക് തലയ്ക്ക് സുഖമില്ല, അതുള്ള എപ്പോഴും ഈ കാര്യം തന്നെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, ടോർച്ചറാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദ്യം നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഭാര്യയ്ക്ക് വട്ടാണ് എന്ന് പറയാൻ എന്താണ് ഒരു യുക്തിയുള്ളത്? എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അത് അവരിൽ അത്രയും മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. അത് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെയും പറയുന്നത്. സോ എനിക്ക് പറയേണ്ട ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. അല്ലാതെ അവർക്ക് വട്ടാണ് അല്ലെങ്കിൽ അവരൊരു ശല്യമാണ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത് പല ആൾക്കാരുടെ ഇടയിലും ഇന്ന് നടക്കുന്ന പ്രശ്നമാണ്. കൂടുതലായിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അതിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയം പങ്കാളി നമ്മളോട് അല്ലെങ്കിൽ അവരോട് റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പിന്നെയും അവരെ പറയിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ച് നോക്കുക. ലൈഫ് മുന്നോട്ട് പോകുന്നതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവർക്ക് ബുദ്ധിമുട്ടേൽക്കുന്ന കാര്യങ്ങൾ പാർട്ട്ണറിനോട് പറയും. ആ കാര്യങ്ങൾ നിന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നിടത്തെ പ്രശ്നങ്ങളില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ജീവിതം മുന്നേറുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം അവിടെ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ മുകളിലോട്ട് നടക്കുമ്പോൾ ചുമ്മാ തിരിഞ്ഞു നിന്ന് ആ പങ്കാളിയെ കുറ്റപ്പെടുത്താൻ മാത്രമേ നിങ്ങൾക്ക് സമയം ഉണ്ടാവൂ. അപ്പോൾ ഇത് നിങ്ങൾ മുൻപിലേക്ക് എടുക്കുക. ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായി, എങ്ങനെ നമുക്കത് പരിഹരിക്കാം. ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. അത് സ്നേഹത്തോടെയും ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോറിറ്റിയും പരിഗണനയും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുത്ത് രണ്ടുപേരും അവരെ ആത്മാവായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോയി ഒരാൾ വീട്ടിലിരിക്കുക. അയ്യോ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് ഇവിടെ എത്ര ജോലി? ഒരു ദിവസം നിങ്ങളിരുന്ന് ജോലി ചെയ്ത് നോക്കുക. വീട്ടിലെ എല്ലാ ജോലിയും നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ മനസ്സിലാവും ഭാര്യ എത്രമാത്രം പ്രയാസമാണ് വീട്ടിൽ. നമ്മളിപ്പോൾ പോകുന്ന ആൾക്ക് വെളിയിൽ പോയി പണിയെടുത്ത് തിരിച്ചു വരിക, അവരത് മാത്രമേ ഉള്ളൂ. പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ആണ് കൂടുതൽ തലവേദന. അതൊരു ദിവസം നിങ്ങൾ ആ ഒരു ജോലി ഫുള്ളും ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു സ്ട്രഗിൾ മനസ്സിലാവും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അവിടെയും ഇവിടെയും രണ്ടുപേരും ഒരുപാട് പ്രയാസങ്ങളെടുത്ത് തന്നെയാണ് മുന്നേറുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.